ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1990 റിലീസായിട്ടുള്ള ദ പ്രെറ്റി വുമൺ എന്ന ഹോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്റെ ബിസിനസ്സിലെ കൂട്ടുകാരുടെ കൂടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ നായകനായിട്ടുള്ള എഡ്വേർഡിനെയാണ് കാണിക്കുന്നത്. എല്ലാവരും കാര്യമായി പാർട്ടിയെല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയം എഡ്വേർഡ് അവിടെ മാറി നിന്ന് ഫോണിലൂടെ സംസാരിക്കുന്നത് കണ്ടതും എഡ്വേർഡിന്റെ സുഹൃത്ത് നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം നമ്മുടെ നായകൻ താനും തന്റെ കാമുകിയും ബ്രേക്കപ്പ് ആയെന്നും അതുകൊണ്ട് തനിക്ക് ഈ പാർട്ടിയിൽ ഇനി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണമെന്ന് പറയുന്നു. ഇത് കേട്ടതും നായകന്റെ സുഹൃത്ത് നായകന് പുതിയൊരു കാറിന്റെ താക്കോലെല്ലാം കൊടുത്തുകൊണ്ട് അവന്റെ അടുത്ത് ഹോട്ടലിലേക്ക് പോക്കോളാൻ വേണ്ടി പറയുന്നു. എന്നാൽ നായകനാവട്ടെ ആ വണ്ടി ഓടിക്കാൻ വലിയ പരിചയമൊന്നുമില്ലാത്തത് കൊണ്ട് ആ പരിചയമില്ലാത്ത നാട്ടിലൂടെ ഒരുവിധം തപ്പി തടഞ്ഞ് വണ്ടിയുമായി പോകുന്നു. അവിടെ കട്ട് നമ്മുടെ നായികയായിട്ടുള്ള ജൂലിയറ്റിനെയാണ് കാണിക്കുന്നത്. നായികയെ പറ്റി നോക്കുകയാണെങ്കിൽ അവൾ ന്യൂയോർക്കിലെ ഒരു ടൗണിൽ സെക്സ് വർക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവൾ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം താഴെ ഹൗസ് ഓണർ റെന്റ് എല്ലാം പിരിക്കാൻ വരുന്നത് കണ്ടതും അവളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തത് കൊണ്ട് അവൾ ഓണറുടെ കണ്ണെല്ലാം പിടിച്ച് ആ ബിൽഡിങ്ങിന്റെ പുറകിലൂടെയുള്ള ഒരു ചെറിയ വഴിയിലൂടെ നേരെ താൻ ജോലി ചെയ്യുന്ന റോട്ടിലേക്ക് വരുന്നു. നായികയ്ക്കാണെങ്കിൽ കാശിന് ഒരുപാട് അത്യാവശ്യമുള്ളത് കൊണ്ട് അവൾ സുഹൃത്തിന്റെ കൂടെ തന്റെ ആദ്യ കസ്റ്റമറെയും കാത്ത് ആ സ്ട്രീറ്റിൽ തന്നെ നിൽക്കുന്നു. ഇതേ സമയം കാർ മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് നായകന്റെ വണ്ടി നായകൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് ഓഫായി പോകുന്നു. ഇത് കണ്ടതും നായിക തന്നെ അന്വേഷിച്ചു വന്ന കസ്റ്റമറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ നായകനാവട്ടെ നായിക ഒരു ഹുക്കറാണ് എന്നറിയാതെ നായകൻ താമസിക്കുന്ന ഹോട്ടലിലെ അഡ്രസ് കാണിച്ചു കൊടുത്ത ശേഷം അവിടേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ വേണ്ടി പറയുന്നു. എന്നാൽ നായികയ്ക്കാണെങ്കിൽ ഇത് തന്റെ കസ്റ്റമർ അല്ല എന്ന് മനസ്സിലായതും അവൾ നായകന്റെ അടുത്ത് $20 തന്നാൽ താൻ വഴിയെല്ലാം കാണിച്ചു നൽകാമെന്ന് പറയുന്നു. നായകനാണെങ്കിൽ ഇത് കേട്ടതും ചെറുതായി ദേഷ്യമെല്ലാം വരുന്നുണ്ടെങ്കിലും തനിക്ക് വഴി അറിയാത്തത് കൊണ്ട് ജൂലിയന്റെ അടുത്ത് തന്റെ കൂടെ കാറിൽ വന്ന് വഴി കാണിച്ചു തരാൻ വേണ്ടി പറയുന്നു. ജൂലിയറ്റിന്റെ മനസ്സിലാവട്ടെ നായകനെ ഹോട്ടലിൽ എത്തിച്ചാൽ തനിക്ക് ഒരു കസ്റ്റമറെ കിട്ടും എന്ന പ്രതീക്ഷയിൽ നേരെ ആ കാറിൽ കയറി നായകന് വേണ്ട വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം അത്രയും വലിയ സ്പോർട്സ് കാർ നായകൻ ഓടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടതും നായിക അവന് ആ കാറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടതും ആശ്ചര്യം തോന്നിയ നായകനാവട്ടെ ജൂലിയറ്റിന്റെ അടുത്ത് ആ കാർ ഓടിച്ചു നോക്കിക്കൊള്ളാൻ വേണ്ടി പറയുന്നു. ജൂലിയറ്റ് ആവട്ടെ കിട്ടിയ അവസരമായതുകൊണ്ട് നായകനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നല്ല സ്പീഡിൽ ആ ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഹോട്ടലിലെത്തിയതും ജൂലിയറ്റ് നായകൻ തന്നെയും ആ 5 സ്റ്റാർ ഹോട്ടലിന്റെ അകത്തേക്ക് വിളിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവൻ ജൂലിയറ്റിന്റെ അടുത്ത് തന്നെ സഹായിച്ചതിന് നന്ദിയെല്ലാം പറഞ്ഞ് അകത്തേക്ക് പോകാൻ വേണ്ടി തിരിയുന്നു. ഇതോടെ ആ പ്രതീക്ഷയും കൈവിട്ടുപോയ മട്ടിൽ ജൂലിയറ്റ് തനിക്ക് തിരിച്ചു പോകാൻ ഒരു വണ്ടി നോക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിൽ കയറിയിരിക്കുന്നു. ജൂലിയറ്റിന്റെ പെരുമാറ്റത്തിൽ നായകന് അവളോട് ചെറിയ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ അവളുടെ അടുത്ത് തന്റെ കൂടെ അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ജൂലിയറ്റ് താൻ മണിക്കൂറിന് $100 ആണ് ചാർജ് ചെയ്യാറ് എന്ന് പറഞ്ഞതും നായകൻ അതൊന്നും സാരമില്ല, അതെല്ലാം താൻ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും വിളിച്ച് ആ 5 നക്ഷത്ര ഹോട്ടലിന്റെ റൂമിലേക്ക് പോകുന്നു. ആ ഹോട്ടലിൽ പണക്കാർ മാത്രം താമസിക്കുന്നത് കൊണ്ട് തന്നെ ജൂലിയറ്റിനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. റൂമിലെത്തിയതും അവൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എല്ലാം ആസ്വദിക്കുന്ന സമയം നായകനെയും അവിടേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഹൈറ്റ് പേടിയായതുകൊണ്ട് നായകൻ അവളുടെ ഓഫർ എല്ലാം നിരസിച്ചു കളയുന്നു. ആദ്യമായി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയ സന്തോഷത്തിൽ നായിക ആ മുറിയിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും മാറി മാറി എടുത്തു നോക്കുന്നു. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതും നായിക നായകന്റെ അടുത്ത് തനിക്ക് എത്രയും പെട്ടെന്ന് കാര്യം തീർത്ത് പോകണമെന്ന് പറയുന്നു. നായിക ഇങ്ങനെ തിരക്കൂട്ടുന്നത് കണ്ടതും നായകൻ അവളുടെ അടുത്ത് ഒരു രാത്രി മുഴുവൻ നിനക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി താൻ എത്ര പൈസ നൽകണമെന്ന് ചോദിക്കുന്നു. നായിക ഒന്ന് കണക്ക് കൂട്ടിയ ശേഷം നായകന്റെ അടുത്ത് $300 ആവുമെന്ന് പറയുന്നു. ഇത് കേട്ടത് നായകൻ താൻ ആ പൈസ തരാമെന്നും അതുകൊണ്ട് നീ തിരക്കൂട്ടാതെ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ നോക്കാൻ വേണ്ടി പറയുന്നു. ഇവരുടെ ഈ സംസാരം കഴിഞ്ഞതും വെയിറ്റർ അവർക്ക് കുടിക്കാൻ വേണ്ട ഷാമ്പെയിൻ ബോട്ടിലെല്ലാം റൂമിൽ കൊണ്ടു കൊടുക്കുന്നു. നായകൻ തന്റെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം നായിക ആ ഷാമ്പെയിൻ ബോട്ടിലെല്ലാം ഓപ്പൺ ചെയ്ത ശേഷം ടിവിയും കണ്ടുകൊണ്ട് അവിടെ സന്തോഷവതിയായി കിടക്കുന്നു. നായിക ടിവിയിലെ പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും നായകൻ തന്റെ ജോലിയെല്ലാം നിർത്തിക്കൊണ്ട് നേരെ അവൾ കിടക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ചെന്നിരിക്കുന്നു. നായികയ്ക്ക്
എഡ്വേർഡ് തന്നെ തന്നെയാണ് നോക്കുന്നത് എന്ന് മനസ്സിലായതും അവൾ മെല്ലെ അവന്റെ അടുത്തേക്ക് ചെന്ന ശേഷം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അന്ന് രാത്രി ഫിസിക്കലി എല്ലാം പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എഡ്വേർഡിന്റെ അടുത്തേക്ക് ചെല്ലുന്ന നായികയെയാണ് കാണിക്കുന്നത്. ഈ സമയം ഫുഡെല്ലാം കഴിക്കുന്നതിനിടയിൽ നായിക എഡ്വേർഡിന്റെ അടുത്ത് അവന്റെ ജോലി എന്താണെന്ന് തിരക്കുന്നു. ഈ സമയം എഡ്വേർഡ് താൻ നഷ്ടത്തിലോടുന്ന കമ്പനികളെ പർച്ചേസ് ചെയ്ത ശേഷം അതിനെ പാർട്സായി മുറിച്ചു വെക്കുന്നതാണ് തന്റെ ജോലി എന്ന് പറയുന്നു. അതെല്ലാം കഴിഞ്ഞതും നായകൻ തന്റെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം ബാത്റൂമിൽ നിന്നും നായികയുടെ പാട്ടെല്ലാം കേട്ടതും നായകൻ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. അവൻ കുറച്ചു നേരം അവളുടെ പാട്ടെല്ലാം ആസ്വദിച്ച ശേഷം നായികയുടെ അടുത്ത് താൻ ഒരാഴ്ച ഈ നാട്ടിലുണ്ടാവുമെന്നും അതുകൊണ്ട് താൻ പോകുന്നവരെ തന്റെ കൂടെ മാത്രം നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും തനിക്ക് കുറച്ചു നാളത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ എല്ലാം കിട്ടും എന്ന് മനസ്സിലായതും നായിക വേഗം തന്നെ നായകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓക്കെ എല്ലാം മൂടുന്നു. നായകൻ അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി അവളുടെ അടുത്ത് നീ സ്ഥിരമിടുന്ന ഡ്രസ്സൊന്നും എൻ്റെ കൂടെ ഇട്ടുകൊണ്ട് വരാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് കുറച്ച് നല്ല ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അതിനു വേണ്ട പൈസയും കൊടുക്കുന്നു. നായകൻ അവിടെ നിന്നും പോയതും നായിക ഈ കാര്യമെല്ലാം തന്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ ശേഷം കുറച്ച് പുതിയ ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആ ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. നായിക താമസിക്കുന്ന ഹോട്ടൽ ഒരു ഹൈ ലൊക്കാലിറ്റി ഏരിയയിലായതുകൊണ്ട് തന്നെ അവൾ അവിടെ ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു കടയിലേക്ക് കയറി ചെന്നതും നായികയുടെ ഡ്രസ്സിംഗ് എല്ലാം വെച്ച് അവിടുത്തെ സ്റ്റാഫും ജോലിക്കാരും എല്ലാം നായികയുടെ അടുത്ത് നിനക്ക് ഇവിടുത്തെ ഡ്രസ്സൊന്നും അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലെന്നും അതുകൊണ്ട് വേറെ കടയെല്ലാം നോക്കാൻ വേണ്ടി പറയുന്നു. ഇവരുടെ ഈ സംസാരം നായികയുടെ മനസ്സിൽ വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. അവൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നതും ഹോട്ടൽ മാനേജർ നായികയെ നേരെ തന്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം എഡ്വേർഡ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഈ ഹോട്ടലിലേക്ക് താൻ അലൗ ചെയ്യുന്നതെന്നും കൂടാതെ ഈ ഹോട്ടലിൽ വരണമെങ്കിൽ ഡ്രസ്സിങ്ങിൽ ചെറിയ റൂൾസ് എല്ലാം ഉണ്ടെന്നും അതുകൊണ്ട് പ്രോപ്പറായി ഡ്രസ്സെല്ലാം ചെയ്യാൻ വേണ്ടി നായികയുടെ അടുത്ത് പറയുന്നു. നായികയാണെങ്കിൽ ആ കടക്കാരുടെ പെരുമാറ്റം കാരണം ഓൾറെഡി വിഷമത്തിലായതുകൊണ്ട് അവൾ തന്റെ കയ്യിലുള്ള പൈസ എല്ലാം എടുത്ത് മാനേജറെ കാണിച്ച ശേഷം തനിക്ക് ആരും ഡ്രസ്സൊന്നും തരുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ടത് മാനേജർ വേഗം തന്നെ തന്റെ ഓഫീസിൽ നിന്നും ഒരു ഡിസൈനിങ് കമ്പനിയെ വിളിച്ച് നായികയ്ക്ക് വേണ്ട ഡ്രസ്സെല്ലാം റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഇത് കണ്ടത് നായിക ആ മാനേജറിന്റെ അടുത്ത് തനിക്ക് ഒരു ഫേവർ കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ്സുകാരുടെ കൂടെയെല്ലാം ഡൈനിങ്ങിന് പോകുന്ന സമയം എങ്ങനെയാണ് ഫുഡെല്ലാം കഴിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാൻ വേണ്ടി പറയുന്നു. മാനേജർ വളരെ ശാന്ത മനസ്സിലായതുകൊണ്ട് തന്നെ അയാൾ നായികയെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന കാര്യമെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് നൈറ്റ് നായികയെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന നായകനെയാണ് കാണിക്കുന്നത്. അവൻ നേരെ ഹോട്ടലിലെ ഡൈനിങ് സെക്ഷനിലേക്ക് കയറി ചെന്നതും നായിക വളരെയധികം ഗോർജിയസ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും നായകന് ഇത് വളരെ അത്ഭുതമായി തോന്നുന്നു. അവൻ കുറച്ചു നേരം നായികയെ നോക്കി അതിശയിച്ചു നിന്ന ശേഷം അവിടെയും കൂട്ടി തന്റെ ബിസിനസ് മീറ്റിംഗിനായി പോകുന്നു. നായകൻ ഒരു പ്രായമായ വ്യക്തിയും ആളുടെ കൊച്ചുമോനുമായിട്ടുള്ള മീറ്റിംഗിനിടയിൽ നായകൻ പറഞ്ഞ കണ്ടീഷനൊന്നും ആ പ്രായമായ വ്യക്തിക്ക് ഇഷ്ടപ്പെടാതെ വന്നതോടെ അയാൾ തന്റെ കൊച്ചുമകനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അന്ന് രാത്രി നായകൻ തിരിച്ച് ഹോട്ടലിലെത്തിയ ശേഷം തന്റെ മീറ്റിംഗ് മുടങ്ങിപ്പോയതോർത്ത് ആ വിഷമത്തിൽ വളരെയധികം മദ്യപിക്കുന്നു. ഇത് കണ്ടതും നായിക അവന്റെ അടുത്ത് നീ വളരെ ശക്തിശാലിയാണെന്നും നീ വിചാരിച്ചാൽ ഇനിയും ഇതുപോലെ ബിസിനസ് ഡീലുകളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് വീണ്ടും മോട്ടിവേഷൻ എല്ലാം കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നായികയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഈ സമയം നായിക തനിക്ക് ഈ നാട്ടിലുള്ള കടക്കാരൊന്നും സാധനം തരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നായികയും കൂട്ടി ഒരു കടയിലേക്ക് ചെല്ലുന്നു. നായകൻ അവിടുത്തെ സെയിൽസ് മാനേജറിന്റെ അടുത്ത് തന്റെ കയ്യിൽ ഈ കട മൊത്തത്തിൽ വാങ്ങാനുള്ള പൈസ ഉണ്ടെന്നും അതുകൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചൂണ്ടിക്കാണിച്ചാലും അതെല്ലാം അവൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ആ മാനേജറിന്റെ അടുത്ത് പറയുന്നു. കുറച്ചു നേരം നായകനും അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം എടുത്തു കൊടുത്ത ശേഷം ഒരു കോൾ വന്ന ഉടനെ നായകൻ അവിടെ നിന്നും പോകുന്നു. നായിക തന്റെ പുതിയ ഡ്രസ്സുകളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതും അതുമായി നേരെ തന്നെ തലേന്നിറക്കി വിട്ട കടയിലേക്ക് ചെല്ലുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന സെയിൽസ് ഗേളിന്റെ അടുത്ത് തന്നെ തലേന്നിറക്കി വിട്ടതിന്റെ ദേഷ്യത്തിൽ 2 ഡയലോഗ് അടിച്ച ശേഷം അവിടെ നിന്നും നേരെ ഹോട്ടലിലേക്ക് വരുന്നു. ഈ സമയം ഹോട്ടൽ മാനേജർക്കും നായികയിൽ വന്നിട്ടുള്ള മാറ്റമെല്ലാം കണ്ട് വളരെയധികം സന്തോഷമെല്ലാം തോന്നുന്നു. അവിടെ ചെയ്ത് നായകൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഹോഴ്സ് റേസ് കാണാൻ ചെന്നിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ഈ സമയം നായകന്റെ ഫ്രണ്ട് നായികയെ കണ്ടതും അവന്റെ അടുത്ത് ഈ പെൺകുട്ടി ഏതാണെന്ന് തിരക്കുന്നു. എന്നാൽ ആദ്യമൊന്നും നായകൻ പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിലും തന്റെ സുഹൃത്ത് വിടാതെ പിന്തുടർന്ന് ചോദിച്ചുകൊണ്ട് അവൻ തന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഇത് തനിക്ക് റോഡിൽ നിന്നും കിട്ടിയ ഒരു ഹുക്കറാണെന്ന് പറയുന്നു.
ഇതറിഞ്ഞതും ഫ്രണ്ട് നേരെ നായികയുടെ അടുത്ത് ചെന്ന ശേഷം അവളുടെ അടുത്ത് ഇതിനെപ്പറ്റിയെല്ലാം ചോദിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിൽ മോശമായിട്ടെല്ലാം തൊടുന്നു. റേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നതും നായിക താൻ ഒരു ഹുക്കറാണെന്ന കാര്യമെല്ലാം എഡ്വേർഡ് തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞതിന് അവന്റെ അടുത്ത് വഴക്കെല്ലാം ഉണ്ടാക്കുന്നു. വഴക്കിന്റെ അവസാനം നായിക തന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയതും എഡ്വേർഡ് അവളുടെ അടുത്ത് മാപ്പെല്ലാം പറഞ്ഞ ശേഷം ഈ തെറ്റ് താൻ ഇനി ആവർത്തിക്കില്ലെന്ന് പറയുന്നു. അവൻ തന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റിന് പകരമായി അവൾക്ക് പുതിയ ഡ്രസ്സെല്ലാം മേടിച്ചു കൊടുത്ത ശേഷം നായികനെയും കൂട്ടി ഒരു മ്യൂസിക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. ആ പ്രോഗ്രാമിലെ പാട്ടെല്ലാം കേട്ടതും നായികയ്ക്ക് ഇത് വളരെയധികം ഇമോഷണലി കണക്ട് ആയതുകൊണ്ട് അവളുടെ കണ്ണെല്ലാം നിറയുന്നു. അന്ന് രാത്രി അവർ ഡിന്നർ കഴിക്കുന്ന സമയം നായിക എഡ്വേർഡിന്റെ അടുത്ത് 2 ദിവസം കോളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നായികയുടെ അടുത്ത് എഡ്വേർഡിന് ചെറിയൊരു ഇഷ്ടമെല്ലാം ഉള്ളത് കൊണ്ട് അവനും അവൾ പറഞ്ഞ ഈ കാര്യങ്ങൾക്കെല്ലാം ഓക്കെ എല്ലാം മൂടുന്നു. അങ്ങനെ അടുത്ത 2 ദിവസം എഡ്വേർഡ് തന്റെ ബിസിനസിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മുഴുവൻ സമയവും നായികയ്ക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അവിടെ കഴിച്ചത് എഡ്വേർഡിന്റെ ആ നാട്ടിലെ അവസാന ദിവസമാണ് കാണിക്കുന്നത്. നായകൻ ജൂലിയൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയം അവളുടെ അടുത്ത് തനിക്ക് നിന്നെ വിട്ടു പോകാൻ വേണ്ടി താല്പര്യമില്ലെന്നും അതുകൊണ്ട് അവൾക്ക് വേണ്ട പൈസയും കാറും വീടുമെല്ലാം താൻ തരാമെന്നും അതിനു പകരമായി ഒരിക്കലും തന്നെ വിട്ടു പോകാതെ ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറയുന്നു. നായകൻ തന്റെ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞത് കേട്ടതും നായിക ഒന്നും തന്നെ മിണ്ടാതെ നേരെ ആ ഡൈനിങ് ടേബിളിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവിടെ ചെയ്ത് നായകൻ നേരത്തെ മീറ്റ് ചെയ്തിരുന്ന ആ മുത്തശ്ശനെയും കൊച്ചുമകനെയുമാണ് കാണിക്കുന്നത്. നായകൻ ആദ്യം ആ കമ്പനി പർച്ചേസ് ചെയ്ത് വിൽക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിലും ആ പ്ലാൻ ഡ്രോപ്പ് ആയതോടെ നായകൻ ആ കമ്പനിയിൽ പൈസയെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് തന്റെ പേരിൽ അവിടെ ഒരു ഷെയർ എല്ലാം എടുത്ത് വയ്ക്കുന്നു. നായകൻ ഇടയ്ക്ക് ജൂലിയനെ കാണാൻ വേണ്ടി ഈ ടൗണിലേക്ക് വരാം എന്ന പ്രതീക്ഷയിലാണ് ഷെയർ എല്ലാം മേടിച്ചു കൂട്ടുന്നതെങ്കിലും നായകന്റെ ഈ പ്രവൃത്തി ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന നായകന്റെ സുഹൃത്ത് നായകന്റെ ഈ പ്രവൃത്തി കാരണം തനിക്കുണ്ടായ നഷ്ടത്തിന് കാരണക്കാരി നായികയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് വന്ന ശേഷം നായികയുടെ അടുത്ത് മോശമായി പെരുമാറാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ കൃത്യസമയം അവിടേക്ക് വന്ന നായകൻ തന്റെ സുഹൃത്തിനെ അടിച്ച് മുറിയിൽ നിന്നും പുറത്തേക്കിട്ട ശേഷം നായികയുടെ അടുത്ത് അവൻ ചെയ്തതിന് മാപ്പെല്ലാം പറയുന്നു. ഇതുപോലത്തെ സംഭവമെല്ലാം അറിഞ്ഞറിയത് കൊണ്ട് തന്നെ നായിക താൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമില്ലെന്നും അതുകൊണ്ട് താൻ ഇവിടെ നിന്നും പോവുകയാണെന്ന് നായകന്റെ അടുത്ത് വളരെയധികം ഇമോഷണൽ ആയിക്കൊണ്ട് പറയുന്നു. നായകൻ അവൾ പോകുന്നതിന് മുമ്പായി അവൾക്ക് കുറച്ച് പൈസ എല്ലാം കൊടുത്തതും അവൾ നായകന്റെ അടുത്ത് ഒരാഴ്ച തന്നെ രാജകുമാരിയെ പോലെ നോക്കിയതിന് നന്ദിയെല്ലാം പറയുന്നു. കൂടാതെ തനിക്ക് ആ ഹോട്ടലിൽ ഒരുപാട് സഹായങ്ങളെല്ലാം ചെയ്തു തന്നതിന് അവൾ പോകുന്നതിന് മുമ്പായി ആ ഹോട്ടൽ മാനേജറിന്റെ അടുത്തും തന്റെ കടപ്പാടെല്ലാം അറിയിക്കുന്നു. നായകൻ ഹോട്ടൽ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്നും പോകാൻ നേരം മാനേജറിന്റെ കയ്യിൽ താനിത് നായികയ്ക്ക് വേണ്ടി മേടിച്ച മാലയാണെന്നും അതിന്റെ ആവശ്യം വരാത്തത് കൊണ്ട് അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി മാനേജറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അയാൾ ആ ബോക്സ് എല്ലാം തുറന്നു നോക്കിയ ശേഷം നായകന്റെ അടുത്ത് ഇത്രയും ഭംഗിയുള്ള സാധനം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സമയത്താണ് നമുക്ക് അതിന്റെ വിലയെല്ലാം മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നു. നായകന് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന സമയമെല്ലാം വീണ്ടും നായികയുടെ ഓർമ്മകളെല്ലാം വരുന്നു. അവൻ കാർ ഒരു സൈഡിൽ ഒതുക്കിയ ശേഷം റോഡ് സൈഡിൽ പൂക്കളെല്ലാം വിൽക്കുന്നത് കണ്ടതും അവിടെ നിന്നും ഒരു ബൊക്കെയെല്ലാം വാങ്ങുന്നു. അവിടെ ചെയ്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയാവുന്ന നായികനെയാണ് കാണിക്കുന്നത്. ഈ സമയം ദൂരെ നിന്നും നായകന്റെ കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടതും അവൾ വേഗം ചെന്ന് ജനാലയിലൂടെ താഴേക്ക് നോക്കുന്നു. ഈ സമയം നായകൻ ഒരു ബൊക്കയുമായി അവളെ കൈവീശി കാണിക്കുന്നത് കണ്ടതും നായികയ്ക്ക് അവനെ തിരിച്ചു കിട്ടിയതോർത്ത് വളരെയധികം സന്തോഷമെല്ലാം തോന്നുന്നു. നായകന് ഉയരം പേടിയായിട്ടും അവളോടുള്ള സ്നേഹം കാരണം ആ ബിൽഡിങ്ങിന്റെ പുറകിലുണ്ടായിരുന്ന കോണയിലൂടെ എല്ലാം വലിഞ്ഞു കയറിക്കൊണ്ട് നേരെ നായികയുടെ അടുത്തേക്ക് എത്തുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു.